ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഉണ്ടാവില്ലേ ഓരോരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ. അതേപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൊച്ചു ആഗ്രഹം. അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗാട്ടോ. നമ്മുടെ വീട് ഒരു കുന്നിൻ്റെ മുകളിലാണ്. നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം ഫുള്ള് കുന്നാണ്. ആ കുന്ന് എൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ കാടായി കിടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹമല്ലേ, അതാട്ടോ ഈ കാണുന്നത്. ഇതൊരു കിണറാണ് കേട്ടോ. നമ്മൾ ഈ കിണർ കുത്തിയിട്ട് ഏകദേശം ഒരു 8-9 വർഷം കഴിയാറായി കേട്ടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച്, ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് കഷ്ടപ്പെട്ടും കണ്ട് കുഴിച്ചൊരു കിണറായിരുന്നു. ഒരു 10-20 ദിവസം പണിക്കാരുണ്ടായിരുന്നു. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് വെള്ളം കിട്ടിയില്ല കേട്ടോ ഗൈസ്. അതിപ്പോഴും ആലോചിക്കുമ്പം വളരെ സങ്കടമാണ്. പക്ഷേ നമ്മുടെ വിധി അതാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ കുറേ മരങ്ങളും എന്താ പറയുക, ഇങ്ങനെ ഷീറ്റും അങ്ങനെയൊക്കെ വെച്ച് മറച്ച് വെച്ചിരിക്കുക കേട്ടോ കിണർ. പിന്നെ മഴക്കാലം ആയപ്പോൾ കിണറിൻ്റെ ഒരു ഭാഗം അവിടെയും ഇവിടെയും മതിലൊക്കെ ഇടിഞ്ഞിങ്ങാണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പം നമുക്ക് കിണർ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കിണറിൻ്റെ അടുത്തേക്കൊന്നും പോവാനോ വൃത്തിയാക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളത് അങ്ങനെ ഇട്ടിക്കുകയാണ്. കിണർ മൂടണം. മൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കാടുകളൊക്കെ വെട്ടി അവിടെയൊക്കെ വൃത്തിയാക്കാം. ഇത് കിണറുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് കാല് തെറ്റിയാൽ നമ്മൾ കിണറ്റിലേക്കാണ് വീഴുക. ചെറിയ കിണറൊന്നുമല്ല കേട്ടോ ഇത്. 10-25 അടി താഴ്ചയുണ്ട് കേട്ടോ കിണറിന്. നമ്മൾ ഒരുപാട് ആശിച്ച്, നമുക്ക് വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നമുക്ക് സ്വന്തമായിട്ട് വെള്ളമില്ല. പൈപ്പിൻ്റെ കണക്ഷനും എടുത്തിട്ട് വെള്ളം കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ കിണർ കുത്തിയത് കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളം കിട്ടിയില്ല. അടിയിൽ മൊത്തം പാറയായി. പിന്നെ അത് മരുന്ന് വെച്ച് പൊട്ടിച്ചു. പാറ പൊട്ടിച്ചാൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ 2-3 വട്ടം പൊട്ടിച്ചു. പക്ഷെ എന്നിട്ടും നമുക്ക് വെള്ളം കിട്ടിയില്ല. ഇത് കണ്ടോ, അതൊക്കെ കുന്നാണ് കേട്ടോ. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കുന്ന്. ആ കുന്നിൻ്റെ താഴെ കേട്ടോ ഇത് കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മരുന്ന് വെച്ച് പാറ പൊട്ടിച്ചെന്ന്. അങ്ങനെ പൊട്ടിച്ചപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുമരിലൊക്കെ വിള്ളലുണ്ട് കേട്ടോ. പുറത്ത് അത്ര അറിയുന്നില്ല, പക്ഷേ ഉൾഭാഗത്ത് നല്ല വിള്ളലുണ്ട് കേട്ടോ. റൂമിലെ ഒരു ഭാഗമൊക്കെ നല്ല വിള്ളലുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റൂല. കണ്ടോ, ഈ ഭാഗത്തൊക്കെ നല്ല വിള്ളൽ വന്നിട്ടുണ്ട്. അത്രയും വലിയൊരു പൊട്ടലായിരുന്നു അവർ മരുന്ന് വെച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ട് നമുക്ക് വെള്ളം കിട്ടിയില്ല. കണ്ടോ, നമ്മളത് പഴയ ഒരു കട്ടപ്പോരയാണ്, മറ്റേ ഓളോപിക്സിൻ്റെ കട്ടപ്പോരയാണ്. പെട്ടെന്ന് തന്നെ അതൊക്കെ പണിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റും കായലാണ്. കായലുള്ളത് കൊണ്ട് തന്നെ കായലിൻ്റെ ഇലകൾ ഇങ്ങനെ നിറഞ്ഞിട്ട് ഒരു പ്രേതാലയം പോലെയാണ്. നമ്മൾ എത്ര അടിച്ച് വാരി തീയിട്ടാലും അതിൻ്റെ ഇരട്ടി ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. കുന്നിൻ്റെ ഏറ്റവും മുകളിലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. ഇത് കണ്ടോ വളച്ചെടി. ഈ വളച്ചെടി അവർ കിണർ കുഴിക്കുന്ന സമയത്ത് അതിന് താങ്ങ് കൊടുക്കല്ലോ നമ്മൾ, അടിയിൽ നിന്ന് മണ്ണൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 കാല് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വളച്ചെടിയുടെ. അത് പിന്നെ അവിടെ വെച്ചിട്ട് പോയതാണ്. അത് വളർന്ന് വലിയ മരമായി ഞങ്ങളുടെ പുറത്തേക്കൊക്കെ വീണ് ഓടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ മഴ കഴിഞ്ഞ് ഒന്ന് വെയിൽ വന്നപ്പോൾ നമ്മൾ ആളെ വെച്ചിങ്ങാണ്ട് ആ മരം കുറേയൊക്കെ വെട്ടി പുറത്തു നിന്നൊക്കെ ഒഴിവാക്കി കുറ്റിയാക്കി വെച്ചതാട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു 4-6 മാസമായിട്ട് വെട്ടി ഒഴിവാക്കിയ മരമാണ് ഇപ്പോൾ അതാ രണ്ടാമതും തളിർത്ത് വന്നതാ ഇത്രയായിരിക്കുക. നമുക്കിത് എപ്പോഴും ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. കാരണം കിണറിൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ടോ മണ്ണ് ഇടിഞ്ഞിങ്ങാണ്ട് തീരെ ഉറപ്പില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കിണർ മൂടണം എന്ന് വിചാരിക്കുന്നുണ്ട്. മലയിൽ ഫ്ലാറ്റുകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവരെ പണിയെടുക്കുമ്പോൾ മണ്ണിട്ട് മൂടി തരാമെന്ന്.
അപ്പം സാധിക്കുമായിരിക്കും, നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കിണറൊക്കെ മൂടി അവിടെയൊക്കെ നല്ല വൃത്തിയായാൽ നമുക്കവിടെ കാടൊക്കെ വെട്ടി നല്ലൊരു വൃത്തിയുള്ളൊരു മുറ്റായി കിട്ടും. നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെ കിണറൊക്കെ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്തത്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടെ പറയൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.